സ്വയമാകമായോനെ, ആദിനും അന്തിനുമായോനെ, ജീവൻ ഉറവിടമായോനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയമാകമായോനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവകരുണയുടെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് ദൈവകരുണയുടെ തിരുനാൾ ഞാൻ ആഘോഷിക്കേണ്ടത്? എൻ്റെ ഈശോയുടെ കരുണ ആവോളം എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടായിരിക്കേണ്ടേ ദൈവകരുണയുടെ തിരുനാൾ ഞാൻ ആഘോഷിക്കേണ്ടത്? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ, ഒരു കരുതൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക? എങ്ങനെയാണ് പാപത്തിൻ്റെ കറകളിൽ നിന്ന് ഞാൻ എന്ന വ്യക്തി രക്ഷപ്പെടുക? അതേക്കുറിച്ച് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും ഒരുവനെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് എനിക്ക് കരുണ കിട്ടുന്നതിന് കാരണമായത് ഈശോയുടെ കുരിശിലെ ബലിയാണ്. ഇന്ന് എൻ്റെ മുമ്പിൽ 2 തരം വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. ഒന്ന് നീതിയുടെ വാതിലും 2 കരുണയുടെ വാതിലുമാണ്. എനിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഈ 2 വാതിലിൽ ഒന്ന് തിരഞ്ഞെടുത്തേ മതിയാവും. ഒന്നെങ്കിൽ ഞാൻ നീതിയുടെ വാതിലിലൂടെ പ്രവേശിക്കണം, അല്ലെങ്കിൽ ദൈവ കരുണയുടെ വാതിലിലൂടെ ഞാൻ പ്രവേശിക്കണം. എങ്ങനെയാണ് നീതിയുടെ വാതിൽ? അല്ലെ, എന്താണ് നീതിയുടെ വാതിൽ? ഞാൻ ചെയ്ത നന്മയ്ക്ക് ആനുപാതികമായ തിന്മ, ഞാൻ ചെയ്ത തിന്മയ്ക്ക് ആനുപാതികമായ തിന്മ, ആ ഒരു കാൽക്കുലേഷനാണ് നീതിയുടെ വാതിലിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ആ വാതിലിലൂടെ, നീതിയുടെ വാതിലിലൂടെയുള്ള പ്രവേശനം വളരെ ക്ലേശകരമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മറിച്ച് കരുണയുടെ വാതിൽ എന്താണ്? അൺകണ്ടീഷണൽ മേഴ്സി ഓഫ് ഗോഡ്. ദൈവസന്നിധിയിലുള്ള നിരുപാധികമായ കരുണയാണ്. അത് ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും എനിക്ക് കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ പറ്റും. ഒരു കണ്ടീഷനും ഇല്ല. ദൈവമേ കരുണയായിരിക്കണമേ എന്നൊരു വ്യക്തി ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ മാത്രം മതി. ദൈവസന്നിധിയിൽ കരുണ ചോദിക്കുന്ന എല്ലാവർക്കും ഈശോ കരുണ കൊടുക്കും. അൺകണ്ടീഷണൽ മേഴ്സിയാണ്. കാരണം എന്താണ്? ഞാൻ ചെയ്ത പാപത്തിനുള്ള പരിഹാരം എൻ്റെ ഈശോ ശരീരത്തിൽ സഹിച്ചു. ഈശോയുടെ പീഡാനുഭവം വഴി ഞാൻ രക്ഷപ്പെട്ടു. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചെയ്ത എല്ലാ പാപങ്ങൾക്കും ഞാൻ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ സ്വീകരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അങ്ങനെ ഞാൻ ശിക്ഷ സ്വീകരിച്ചാൽ എനിക്കൊരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാകില്ല. അത് മനസ്സിലാക്കിയ എൻ്റെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ഈശോയുടെ കുരിശു മരണം വഴി, അവിടുത്തെ പീഡാനുഭവം വഴി ഞാൻ സ്വീകരിക്കേണ്ട ശിക്ഷ ഈശോ എനിക്ക് വേണ്ടി ഏറ്റെടുത്തു. എന്നിട്ട് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, നിനക്കുള്ള ശിക്ഷ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. നീ സമാധാനത്തോടെ എൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തിൻ്റെ കരുണ. പക്ഷേ ഈ കരുണ സ്വാഭാവികമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഞാൻ ചോദിക്കണം, ഞാൻ ആഗ്രഹിക്കണം, ദൈവമേ എനിക്ക് അങ്ങയുടെ കരുണ ആവശ്യമുണ്ട്. അങ്ങയുടെ കരുണയില്ലാതെ
അങ്ങ് ആയിരിക്കുന്നിടത്തേക്ക് പ്രവേശിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഇത് ചോദിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഇത് കരുണ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദൈവം തൻ്റെ അൺകണ്ടീഷണൽ മേഴ്സി, നിരുപാധികമായ കരുണ അവിടുന്ന് പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, കഴിഞ്ഞ വർഷം നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ചതല്ലേ? വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് എനിക്കൊരു സാധ്യത കൂടെ തന്നിരിക്കുക. വീണ്ടും ഒരിക്കൽ കൂടെ ആ കരുണ സ്വീകരിക്കുവാനുള്ള ഒരു വാതിൽ എൻ്റെ മുൻപിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് ഞാൻ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വർഷം ഇതുപോലൊരു സമയം എനിക്കുണ്ടാകുമോ ഇല്ലയോ എന്നെനിക്ക് ഉറപ്പില്ല. അടുത്ത വർഷം പരിഹാരം ചെയ്യുവാൻ ഞാൻ അവശേഷിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അതേക്കുറിച്ച് പത്രോസ്ലീഹായുടെ 2-ാം ലേഖനത്തിൽ പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമെന്ന് പറയുന്നത് ദൈവം എന്നോട് കാണിച്ച ഒരു ദീർഘക്ഷമയുടെ കാലഘട്ടമാണ്. ഈ ദീർഘക്ഷമ അത് അടുത്ത കൊല്ലം ഈ സമയത്ത് എനിക്കുണ്ടാകുമോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവപൂർവം ഈ ദിവസങ്ങളിൽ ദൈവകരുണയുടെ തിരുനാളിന് ഞാൻ എന്നെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ കർത്താവ് ദൈവകരുണ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയാകുന്ന 10 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ 10 കാര്യങ്ങളെ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെ ഡയറിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ദൈവകരുണയുടെ ഛായാചിത്രം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കുക എന്നതാണ്. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയോട് ഈശോ നേരിട്ട് സംസാരിച്ച ചില കാര്യങ്ങളാണ് അച്ഛൻ തുടർന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയുടെ 48-ാം ഖണ്ഡികയിൽ പാരഗ്രാഫിൽ ഈശോ ഫൗസ്റ്റീന പുണ്യവതിയോട് പറയുകയാണ്, ഈ ഛായാചിത്രം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിവുണ്ടാകും. ദൈവകരുണയുടെ ഛായാചിത്രം, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ചുമപ്പും വെളുപ്പും രശ്മികൾ ഒഴുകുന്ന ആ ചിത്രമില്ലേ, ആ ചിത്രത്തെക്കുറിച്ച് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്നുകൂടെ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ സ്വന്തം മഹത്വമായി ഞാൻ ഇതിനെ സംരക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവകരുണ ഒരുവനിലേക്ക് കടന്നു വരുന്ന ഒരു മാർഗം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവകരുണയുടെ ചിത്രം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കുക, അതിനെ ബഹുമാനിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തെ കരുണ കടന്നു വരുന്ന രണ്ടാമത്തെ വഴിയായി നമ്മൾ കാണുന്നത് ദൈവകരുണയുടെ പ്രാർത്ഥന ചെല്ലുന്നതാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയുടെ 186, 187 ഖണ്ഡികകളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാൻ പറ്റും: ഏതെങ്കിലും ഒരു പാപിക്ക് വേണ്ടി അനുതാപപൂർണമായ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടെ നീ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ അവന് മാനസാന്തരത്തിനുള്ള കൃപ നൽകും. ആ പ്രാർത്ഥന ഇതാണ്: ഓ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഒരിക്കൽ കൂടി പറയാം: ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പ്രത്യേകിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കരുണയ്ക്കായി ചൊല്ലണമെന്ന് നമ്മുടെ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഫൗസ്റ്റീനാമ്മയോട് ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ ഈശോ നേരിട്ട് പറയുന്നുണ്ട്. എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? ഒരേ ഒരു കാര്യം: ഞാനും എൻ്റെ ജീവിതത്തിൽ ഇത് ചെല്ലണം, ഞാനും ഇതെൻ്റെ ജീവിതത്തിൽ പ്രഘോഷിക്കണം, മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. വീണ്ടും ദൈവകരുണയുടെ മൂന്നാമത്തെ സ്രോതസ്സായിട്ട് ഈശോ പഠിപ്പിക്കുന്നത് 3 മണി സമയത്തുള്ള, ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്തുള്ള പ്രാർത്ഥനയാണ്. അതേക്കുറിച്ച് 1320 വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയുടെ 1320-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്:
3 മണിക്ക് എൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പാപികളുടെ ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് അല്പസമയമെങ്കിലും ധ്യാനിക്കണം. ഈ മണിക്കൂറുകളിൽ എൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ആത്മാക്കൾക്ക് ഞാൻ നിഷേധിക്കില്ല. എന്ന് വെച്ചാൽ 3 മണി സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യവും എൻ്റെ ദൈവം എന്നോട് എനിക്ക് നിഷേധിക്കില്ല. അതെനിക്ക് ദൈവം തരുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ കർത്താവ് നമ്മളോട് പറയാം. അപ്പം അതെങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? അതേക്കുറിച്ച് വീണ്ടും 1572 പാരഗ്രാഫിൽ നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ 3 മണിക്ക് പ്രാർത്ഥിക്കേണ്ടത്? ഈ മണിക്കൂറുകളിൽ കുരിശിൻ്റെ വഴി നടത്തുവാൻ ശ്രമിക്കുക. അത് അസാധ്യമെങ്കിൽ, അതിനുള്ള സാഹചര്യം എനിക്കില്ലെങ്കിൽ, ഒരു നിമിഷത്തേക്ക് ചാപ്പൽ പ്രവേശിച്ച് കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം തന്നെയായ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക. ചാപ്പലിൽ പോകുവാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ എവിടെയായിരിക്കുന്നോ അവിടെ തന്നെ കുറച്ച് നേരത്തേക്കെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകുക. അതായത് 3 മണിക്ക് പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് ദൈവം 3 ഓപ്ഷനാണ് കർത്താവ് എനിക്ക് നൽകുന്നത്. ഏറ്റവും നല്ലത് ആ സമയത്ത് ഒരു കുരിശിന് വഴി ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലുക. പക്ഷേ ജോലികളൊക്കെ ആണെങ്കിൽ അത് സാധിക്കുകയില്ല. തൊട്ടടുത്ത് ചാപ്പലിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇനി അതും സാധ്യമല്ലെങ്കിൽ ഈ 3 മണി സമയത്ത് അല്പസമയത്തേക്ക് മൗനമായി നിന്ന് ഈശോയുടെ പീഡകളെക്കുറിച്ച് ധ്യാനിക്കണം എന്ന് പറയാം. എന്തിനാ? ദൈവത്തിൻ്റെ കരുണ നിൻ്റെ മേലും നിൻ്റെ കുടുംബത്തിൻ്റെ മേലും കവിഞ്ഞൊഴുകുവാനായിട്ട്. വീണ്ടും ദൈവത്തിൻ്റെ കരുണ, ദൈവകരുണ ഒരു കുടുംബത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന 4ാമത്തെ വഴിയായി വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു കൊടുക്കുന്നത് ദൈവകരുണയുടെ ജപമാല ചൊല്ലുവാനാണ്. ദൈവകരുണയുടെ ജപമാല ചൊല്ലുവാൻ. അതേക്കുറിച്ച് 848 പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്: ഈ ജപമാല ചൊല്ലുന്ന ആത്മാക്കൾ ജീവിതകാലം മുഴുവനും, പ്രത്യേകിച്ച് മരണസമയത്തും ദൈവകരുണയാൽ നിറയപ്പെടും. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എന്തും കർത്താവ് ചെയ്തു തരും. അതായത് ഈ കരുണ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേലെല്ലാം ഈശോയുടെ കരുണ വരുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ കർത്താവ് നമ്മളെല്ലാം ഓർപ്പിക്കുകയാണ്. ദൈവകരുണ വരുന്ന 5ാമത്തെ മാർഗമായി വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ പറഞ്ഞു തരുന്നതാണ് ദൈവകരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ. ഈ 9 ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും, പ്രത്യേകിച്ച് മരണസമയത്തും അവർക്കാവശ്യമായ ശക്തിയും ആശ്വാസവും വേണ്ട എല്ലാ കൃപാവരങ്ങളും അവർ നേടിയെടുക്കട്ടെ. എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും നിഷേധിക്കുകയില്ല. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ 1209 പാരഗ്രാഫിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് ദൈവകരുണയുടെ ജപമാല. പ്രത്യേകിച്ച് നമ്മളൊരു വേദനയിലൂടെ, കഷ്ടപ്പാടിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ കുടുംബം കടന്നു പോകുമ്പോൾ, എൻ്റെ കുടുംബത്തിലേക്ക് ഈ കരുണ വരാനായിട്ട് ഈ കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ കുടുംബത്തിലേക്ക്, എന്നിലേക്ക് കരുണ വരുന്ന മറ്റു ഒരു വഴിയാണ്, 6ാമത്തെ വഴിയാണ് ദൈവകരുണയുടെ തിരുനാൾ ഞാൻ ആഘോഷിക്കുന്നത്. അതേക്കുറിച്ച് 49 പാരഗ്രാഫിൽ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ 49 പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്: ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ആഘോഷമായി കരുണയുടെ തിരുനാൾ കൊണ്ടാടണം. വളരെ ആഘോഷത്തോടെ. അതായത് ഈ വരുന്ന ഞായറാഴ്ച വളരെ ആഘോഷത്തോടെ ദൈവകരുണയുടെ തിരുനാൾ ഞാൻ ആഘോഷിക്കണമെന്ന് ഈശോ പറഞ്ഞു തരിക. ഇനി അതെങ്ങനെ ആഘോഷിക്കണമെന്ന് 699 പാരഗ്രാഫിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണമായ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദപരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്ന് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവുമാണ് ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. വീണ്ടും
ദൈവകരുണ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന ഏഴാമത്തെ മാർഗമാണ് ദൈവകരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക. അതേക്കുറിച്ച് 742 പാരഗ്രാഫിൽ വിശുദ്ധ ഫൗസ്റ്റീനിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്ന ഇതാണ്: എന്നോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി കാരുണ്യ പ്രവൃത്തികൾ നീ ചെയ്യണം. എപ്പോഴും എവിടെയും നിൻ്റെ സഹോദരങ്ങളോട് നീ കരുണയോടെ വർത്തിക്കണം. നീ അതിൽ നിന്ന് പിന്മാറുകയോ ഒഴിവ് കഴിവ് പറയുകയോ വിമുക്തമാകുകയോ ചെയ്യരുത്. നിൻ്റെ സഹോദരങ്ങളോട് കരുണയോടെ വർത്തിക്കുവാൻ 3 വഴികൾ ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തേത് പ്രവൃത്തിയിലൂടെ, രണ്ടാമത്തേത് വാക്കുകളിലൂടെ, മൂന്നാമത്തേത് പ്രാർത്ഥനയിലൂടെ. ഈ 3 പദവികളും ഉൾക്കൊള്ളുമ്പോഴാണ് കരുണ പൂർണ്ണതയിലെത്തുന്നത്. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അതേ കരുണ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകരുണ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും കടന്നു വരുന്ന 8ാമത്തെ വഴിയാണ് ദൈവകരുണയുടെ പ്രഘോഷണം. അതേക്കുറിച്ച് 1167 പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്: സർവശക്തനായവൻ്റെ വലിയ കരുണയെപ്പറ്റി നീ പ്രസംഗിക്കണം. ദൈവകരുണ പ്രഘോഷിക്കുന്നവർക്ക് മരണസമയത്ത് ഭീതി അനുഭവപ്പെടുകയില്ല. മാത്രമല്ല, മരണസമയത്ത് ദൈവം അവരോട് വലിയ കരുണ കാണിക്കും. അതായത് ദൈവം കരുണ കാണിക്കും. ദൈവത്തിൻ്റെ കരുണ ഒരു വ്യക്തിക്ക് കിട്ടുമെന്ന് നീ ലോകത്തുള്ള എല്ലാവരോടും പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുന്നില്ലേ? ആ പറയുന്നത് വഴി ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേൽ വരിക. അതുപോലെ ദൈവത്തിൻ്റെ കരുണ നമ്മളെല്ലാവരിലേക്ക് എത്തും. നമ്മുടെ ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമല്ല എന്ന് നമ്മൾ ലോകത്തുള്ള എല്ലാവരോടും പ്രഘോഷിക്കുമ്പോൾ എൻ്റെ അയൽക്കാരനോട്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയണം, എൻ്റെ ദൈവം, നമ്മുടെ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. അത് പറയുമ്പോൾ, അത് പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എനിക്ക് കിട്ടുമെന്നാണ് കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ നമ്മളോട് അറിയിക്കുന്നത്. വീണ്ടും ദൈവകരുണ എനിക്ക് കിട്ടുന്ന 9ാമത്തെ മാർഗമാണ് വിശുദ്ധ കുമ്പസാരം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവകരുണയുടെ അത്ഭുതം നടക്കുന്നത് കുമ്പസാരത്തിലാണ്. കൂട്ടിൽ അണയുന്നവൻ കരുണയുടെ സിംഹാസനത്തെയാണ് സമീപിക്കുന്നത്. അതിനുള്ളിൽ ഇരിക്കുന്നതാകട്ടെ കരുണാസമ്പന്നനായ ദൈവവും. കരുണ എന്ന അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രതിനിധികളുടെ പാദത്തിങ്കെ വിശ്വാസത്തോടെ അണഞ്ഞ് തൻ്റെ ആത്മാവിൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയേ വേണ്ടൂ. അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായും സംഭവിക്കും. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല അർത്ഥത്തിൽ, നല്ല ഒരുക്കത്തോടെ പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുന്നു എന്ന് തീരുമാനിച്ച് ഒരാൾ കുമ്പസാരിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ദൈവകരുണ കടന്നു വരും. ദൈവകരുണ കടന്നു വരുന്ന 10ാമത്തെ മാർഗമായിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ മുമ്പിലുള്ള നമ്മുടെ സാന്നിധ്യമാണ്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന നിത്യാരാധന ചാപ്പലുകളിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി ഇരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ 1485 പാരഗ്രാഫിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഏത് സമയത്തും എല്ലാ നിമിഷത്തിലും നിനക്ക് എൻ്റെ അടുക്കൽ വരുവാൻ കഴിയും. നിന്നോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്കായി കൃപാവരങ്ങൾ നൽകുവാൻ ഞാൻ അതിയായി അഭിലഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 10 കാര്യങ്ങളെ നമ്മുടെ മനസ്സിലൊന്ന് കുറിച്ചിടാം. ഈ 10 കാര്യങ്ങളിലൂടെ ദൈവം എന്നോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നിമിഷം ദൈവ കരുണയ്ക്കായിട്ട് നമുക്ക് യാചിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. ഗായകനോട് ചേർന്ന്, കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഒഴുക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കാരുണ്യം തൂകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശുവിക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.